നമസ്കാരം. പൂർവിക സ്വത്തിൽ ഹിന്ദു പെൺമക്കൾക്ക് തുല്യ അവകാശം നൽകുന്ന വിധിയിലും മഹത്തരമായി മറ്റൊന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വിധി വരാൻ എടുത്ത കാലതാമസത്തിലാണ് പുനർചിന്ത വേണ്ടത്. നിയമം പാസാക്കി 20 വർഷം കഴിഞ്ഞിട്ട് പോലും അനീതി തുടരുകയായിരുന്നു. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമ ഭേദഗതി പ്രകാരം സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ട്. അത് പക്ഷേ ഇന്നും അംഗീകരിക്കപ്പെടുന്നില്ല. കുറച്ച് സ്വർണവും പണവും കൊടുത്ത് കല്യാണം കഴിപ്പിച്ചാൽ പിന്നെ അവകാശമില്ലെന്നാണ് പലരുടെയും ഉള്ളിലിരിപ്പ്. അങ്ങനെയൊരു നിയമം കർശനമാകാത്തത് മൂലം പെൺമക്കൾ അനുഭവിച്ച വേദനയും പീഡനവും സമാനതകളില്ലാത്തതാണ്. സ്ത്രീധന പീഡനം എന്ന പേരിൽ നടക്കുന്ന കൊടും ക്രൂരത ഇത്തരമൊരു നിയമം കർശനമല്ലാത്തതിനാൽ കൂടി സംഭവിക്കുന്നതായിരുന്നു. പിതൃസ്വത്തിൽ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം എന്ന നില വരുന്നതോടെ സ്വർണവും പണവും ചോദിച്ചു വാങ്ങാൻ കഴിയാതെ വരും. എന്താണോ കുടുംബത്തിലുള്ളത് അതിലൊരു ഓഹരിയെ കിട്ടൂ എന്ന നില വരും. തല ഉയർത്തി തന്നെ പെൺകുട്ടികൾക്ക് വിവാഹിതരാകാനും തല ഉയർത്തി തന്നെ രക്ഷിതാക്കൾക്ക് വീതം നൽകാനും ഇതോടെ സാധിക്കും. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു ഹിന്ദു പെൺമക്കളുടെ തുല്യാവകാശം. അരുന്ധതി റോയിയുടെ മാതാവ് മേരി റോയ് നടത്തിയ കേസിലാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ തുല്യത വന്നത്. ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശം ഉണ്ടെന്ന ആ കേസിന് 40 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് സ്വദേശിനിയായ NP രജനി നൽകിയ കേസിനും മേരി റോയ് കേസ് പോലെ പ്രാധാന്യമുണ്ട്. 2004 നിയമം സുപ്രീം കോടതി പോലും അംഗീകരിച്ച ശേഷവും ചില ഹൈക്കോടതി വിധികൾ വിരുദ്ധമായി വന്നു. അതൊന്നും നിലനിൽക്കുന്നതല്ല എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോഴത്തെ വിധി. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് മുഴുവൻ ഹർജിക്കാരിയുടെ സഹോദരന് മാത്രമായി നൽകി. പിതാവ് തന്നെ വിൽപത്രമോ ഭാഗപത്രമോ എഴുതി നൽകിയാലും അത് നിലനിൽക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് പുതിയ വിധി. പെൺമക്കളെ ഒഴിവാക്കി ആൺമക്കൾക്ക് മാത്രമായി പിന്തുടർച്ചാവകാശം എഴുതി നൽകിയാലും അസാധുവാണ്. ഭാഗപത്രം എഴുതാതെ മരിച്ച കേസുകളിൽ മാത്രമല്ല, ആൺമക്കൾക്ക് മാത്രമായി ഭാഗപത്രം എഴുതുന്ന കേസിലും വിധി ബാധകമാണെന്ന് സാരം. 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തിലാണ് ഇപ്പോൾ തുല്യ അവകാശം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 20 വർഷത്തിനിടെ നടന്ന എല്ലാ ഭാഗ ഉടമ്പടികളും പുനഃപരിശോധിക്കേണ്ടി വരും. പെൺമക്കൾക്ക് ഒന്നും കൊടുക്കാത്തവരും എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയവരുമെല്ലാം ഉത്തരം പറയേണ്ടി വരും. തുല്യ അവകാശം എന്നാൽ അക്ഷരാർത്ഥത്തിൽ സമത്വമാണ്. ആണോ പെണ്ണോ ആയ 3 മക്കളുണ്ടെങ്കിൽ 3 പേർക്കും പണമിടമാറാതെ വീതിച്ചു നൽകേണ്ടി വരും. അപ്പോൾ കല്യാണത്തിന് നൽകുന്ന സ്വർണവും പണവുമോ? കല്യാണത്തിന് പൊന്നു കൊടുക്കുന്നത് 2 പ്രശ്നം നേരിടുന്നുണ്ട്. ഒന്ന്, സ്ത്രീധനം എന്നത് നിയമവിരുദ്ധമാണ്. ആഭരണങ്ങൾ അണിയാമെങ്കിലും അതൊന്നും വില പറഞ്ഞ് നൽകുന്നതോ വില പേശി വാങ്ങുന്നതോ ആകാൻ പാടില്ല. സ്വത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഉടമ്പടിയിൽ ചേർക്കണം. അല്ലാതെ കല്യാണത്തിന് നൽകിയ സ്വർണവും പണവും ഒന്നും കണക്കിൽപ്പെടില്ല. പൂർവിക സ്വത്ത് വീതം വയ്ക്കുന്നതിന് അത് തടസ്സവുമല്ല. പിതാവിന് പാരമ്പര്യമായി എന്തു സ്വത്തുണ്ടോ അത് തുല്യമായി വീതിക്കുക എന്നതാണ് ഹൈക്കോടതി വിധിയുടെ അന്തസത്ത. ഒരുപാട് അനുരണനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ വിധി. അതിന് കാരണം ഇതിന്റെ മുൻകൂർ പ്രാബല്യമാണ്. ഇനിയിപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് പ്രാബല്യത്തിലുള്ളത് ഒന്ന് മാത്രമാകും. കുടുംബ സ്വത്ത് എന്തുണ്ടോ അതിലൊരു വിഹിതത്തിന് പെൺകുട്ടികൾക്ക് അവകാശമുണ്ട്. ഈ വിധി മറ്റൊരു തരത്തിൽ കൂടി ഗുണപരമാണ്. ചില സംഭവങ്ങളിലെങ്കിലും കുടുംബ സ്വത്തിലെ വിഹിതത്തിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് സ്ത്രീധനമായി നൽകേണ്ടി വരാറുണ്ട്. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് സ്വത്തിൽ തുല്യ അവകാശം ഇല്ലാത്തതിനാലാണ്. ഇനി കുടുംബത്തിൽ എന്തുണ്ടോ അതിൻ്റെ ഒരു പങ്ക് മാത്രമായിരിക്കും പെൺമക്കൾക്ക് കിട്ടുക. അങ്ങനെ കർശന നിലപാട് സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ധൈര്യം നൽകുന്നത് കൂടിയാണ് ഈ വിധി. അത് പ്രാവർത്തികമായാൽ സ്ത്രീധനം തന്നെ ഇല്ലാതാകും. സ്ത്രീധനം എന്ന പേരിലോ അല്ലാതെയോ എന്തെങ്കിലും നൽകിയതുകൊണ്ട് പെൺകുട്ടികളെ അവകാശത്തിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയില്ല. ഏറ്റവും കൂടുതൽ ലിംഗ അസമത്വം ഉണ്ടായിരുന്നത് സ്വത്തിന്റെ കാര്യത്തിലാണ്. തവിട് കൊടുത്ത് വാങ്ങിയവരാണോ എന്ന് പെൺകുട്ടികളെ കൊണ്ട് ഉള്ളിലെങ്കിലും ചോദിപ്പിക്കുന്നതായിരുന്നു പല ഹിന്ദു കുടുംബങ്ങളിലെയും സ്ഥിതി. കാർഷിക കുടുംബങ്ങളിലും വ്യവസായ കുടുംബങ്ങളിലുമൊക്കെ പിന്തുടർച്ച പൂർണ്ണമായും പുരുഷന്മാരിലേക്ക് പോകും. സ്ത്രീകൾക്ക് വിവാഹത്തിന് നൽകുന്ന 2 ഗ്രാമിന്റെ മോതിരം വരെ കണക്കുകൂട്ടി പറഞ്ഞ് ഒഴിവാക്കും. ലക്ഷങ്ങളല്ല കോടികളുടെ സ്വത്താകും ഏതാനും ഗ്രാം സ്വർണം നൽകിയതിന്റെ പേരിൽ കിട്ടാതെ പോകുന്നത്. പിതാവിന് 2 ഏക്കർ പൂർവിക സ്ഥലമുണ്ടെങ്കിൽ പുത്രന് 1.25 ഏക്കറും പുത്രിക്ക് 25 സെന്റും എന്നൊക്കെയാണ്
ഭാഗപത്രത്തിലെ പതിവ്. പുത്രിക്ക് അതുപോലും നൽകാത്തവരുമുണ്ട്. ഇനി അത് 1 ഏക്കർ വീതം തന്നെ 2 പേർക്കും നൽകേണ്ടി വരും. വീടൊക്കെ ഭാഗം വയ്ക്കുമ്പോൾ പകുതി അവകാശം പെൺമക്കൾക്കുമുണ്ട്. അതിന്റെ മൂല്യത്തിന് തുല്യമായ തുക സഹോദരിക്ക് നൽകി മാത്രമേ സഹോദരൻ അവകാശം സ്വന്തം പേരിലാക്കാൻ കഴിയൂ. ഈ നിയമ ഭേദഗതി നടപ്പാക്കാൻ തടസ്സമായി നിന്നത് 2 വകുപ്പുകളായിരുന്നു. കേരള ഹിന്ദു കൂട്ടുകുടുംബ നിയമത്തിലെ 3, 4 വകുപ്പുകൾ. ഇവ രണ്ടും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി വിധിച്ചു. ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അതിലെ സ്വത്തിൽ അവകാശമുണ്ടാകില്ല എന്ന് സ്ഥാപിക്കുന്ന വകുപ്പുകളായിരുന്നു അവ രണ്ടും. ബർത്ത് ഇൻ ഫാമിലി നോട്ട് ടു ഗീവ് റൈറ്റ്സ് ടു റൈറ്റ്സ് ഇൻ പ്രോപ്പർട്ടി എന്നാണ് ആ ചട്ടം പറഞ്ഞിരുന്നത്. അത് ചൂണ്ടിക്കാണിച്ചാണ് സ്വത്ത് നിഷേധമൊക്കെ നടന്നിരുന്നത്. അതാണ് ഇനി ബാധകമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചത്. ഈ വിധിക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. പിതാവിന്റെ സ്വത്തിൽ മക്കൾക്ക് തുല്യ അവകാശം എന്നാണ് വിധി. 2 വിവാഹത്തിൽ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്കെല്ലാം ഇനി പൂർവിക സ്വത്ത് അവകാശപ്പെടാം. ഓരോരുത്തർക്കും തുല്യമായ അവകാശമാണ് ഉണ്ടാവുകയും ചെയ്യുക. വിവാഹമൊഴിയുക എന്നത് എന്തെങ്കിലും കൈമാറിയുള്ള സെറ്റിൽമെന്റ് ആകാൻ കഴിയില്ല. 2ഓ 3ഓ വിവാഹം കഴിച്ചാലും മക്കൾക്ക് അവകാശമില്ലാതാകുന്നില്ല. പിതൃസ്വത്തിൽ മാത്രമല്ല മാതൃസ്വത്തിലും ഈ അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പൂർവിക സ്വത്ത് എന്നാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. പിതാവ് സ്വയം സമ്പാദിച്ച സ്വത്തും വീതം വയ്ക്കാതെ മരിച്ചാൽ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം ഉണ്ടാകും. എന്നാൽ പിതാവ് സ്വയം സമ്പാദിച്ച സ്വത്ത് ഏതെങ്കിലും 1ഓ 2ഓ മക്കൾക്കായി നൽകുന്നതിനെ തടയാൻ ഈ വിധിക്ക് കഴിയില്ല. പൂർവിക സ്വത്ത് എന്ന് തന്നെയാണ് വിധിയിൽ പറയുന്നത്. പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ സ്വത്തിലാണ് എല്ലാ മക്കൾക്കും തുല്യ അവകാശമുള്ളത്. ഏറ്റവും ശ്രദ്ധേയം 2004 ഡിസംബർ 20 എന്ന കാലഗണന തന്നെയാണ്. അതിനുശേഷം 20.5 വർഷത്തിനുള്ളിൽ മരിച്ച എല്ലാവരുടെയും സ്വത്തുക്കൾ മക്കൾക്ക് തുല്യമായി വീതം വയ്ക്കേണ്ടി വരും. പല കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങൾക്ക് അത് കാരണമാകും. പക്ഷേ അതൊരു അനിവാര്യതയാണ്. ഒരു ബലം പിടുത്തവുമില്ലാതെ തുല്യമായി വീതം വയ്ക്കുക എന്നതാണ് സാമൂഹിക നീതിയും മനുഷ്യത്വവും. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.